ഡിയേഴ്സ്, വെൽക്കം ഓൾ. ഇന്ന് ഒരു യമ്മി പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ഫ്ലേവറും ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഞാനിവിടെ ഡേറ്റ്സ്, ട്യൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റേസിൻസ് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി സോക്കായാൽ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ നന്നായി സോഫ്റ്റായി കേക്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ആപ്പിളോ ഗ്രേപ്പ് ജ്യൂസോ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഡ്രൈ ഫിഗ് പിന്നെ സ്ട്രോബെറി ജാം 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് പിറ്റേ ദിവസത്തിന് നന്നായി സോഫ്റ്റ് ആയിക്കോളും. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ഷുഗറിൽ സ്പൈസസ് ഇട്ട് ഒരു ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. പട്ട, ജാതിക്ക, ഏലക്ക, ഗ്രാമ്പൂ ഇതൊക്കെ ചെറിയ പീസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേർഡ് സ്റ്റെപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യാണ് വേണ്ടത്. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അടുപ്പത്തിൽ. ഇനി ഒരു 1/2 കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ആയിരിക്കണം. ഈ ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിന് ഇത് എഫക്റ്റ് ചെയ്യും. കാരമലൈസ് ഷുഗർ ചേർക്കുമ്പോഴാണ് കേക്കിന് നല്ലൊരു കളറ് കിട്ടുന്നത്. ഷുഗർ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം കുറേശ്ശായി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാത്തത് ഇത് മേലത്തേക്ക് തീർക്കാൻ ചാൻസ് കൂടുതലാണ്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ റിസ്ക് കുറയും. ഇനി ഒരു സിറപ്പ് 1/2 കപ്പായി മാറ്റണം. ഇത് ഒരു 1/2 കപ്പായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്ത് ഒരു 3 ടൈംസെങ്കിലും അരച്ചെടുക്കണം. എന്നാലേ ഇത് നന്നായി മിക്സ് ആവുള്ളൂ. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായി 2 എഗ്ഗ് എടുക്കണം. എഗ്ഗിൻ്റെ യോക്കും എഗ് വൈറ്റ്സും സെപ്പറേറ്റ് ചെയ്യാം. എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് പതിപ്പിച്ചെടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടും. ഇനി എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷുഗറും സ്പൈസസും ഒരു ഫൈൻ പൗഡർ എടുത്തിരുന്നു. അത് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഓറഞ്ചിൻ്റെ തൊലി
അതിൻ്റെ തിൻ പാർട്ട് മാത്രം കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വൈറ്റ് പാർട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഞാനൊരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറാണ്. അത് ഒരു 1/2 കപ്പ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നല്ല സ്ലോലി ആയി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എഗ് വൈറ്റ്സ് ഇത് ചേർത്താൽ വളരെ സ്ലോ ആയിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് പാനിലേക്ക് മാറ്റാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം, നന്നായി ടാപ്പ് ചെയ്യാം. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടാവില്ല. ഇതൊരു 45 minutes to 50 minutes ഒരു കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതിന് ഓറഞ്ച് ജ്യൂസും പിന്നെ അതിൻ്റെ സ്പൈസസ് ഒക്കെയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഉറപ്പാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ see you friends, bye.